കേരളത്തിൽ നീറ്റ് എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നം എന്ന് പറയുന്നത് MBBS എടുക്കുക എന്നുള്ളതാണ്. മിക്കവർക്കും BDS എന്നത് ഒരു സ്വപ്നമോ യാഥാർത്ഥ്യമോ ആയിരിക്കില്ല. BDSൽ തന്നെ ഗവൺമെൻറ് ഓപ്ഷനുണ്ട്, പ്രൈവറ്റ് ഓപ്ഷനുണ്ട്. ഇത് കിട്ടാത്തവരാണ് പൊതുവെ BDSലേക്ക് വരുന്നത്. BDSൽ പ്രൈവറ്റ് ഓപ്ഷനുണ്ട്, ഗവൺമെൻറ് ഓപ്ഷനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ അഡ്മിഷൻ എടുക്കുന്ന ഒരാളുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയെന്ന് പറയുന്നത് MBBS എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ BDSലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത മാറുവാനായിട്ട് തന്നെ നല്ല സമയമെടുക്കുകയും ഒരുപാട് കാലം അവർ ഇതാലോചിച്ച് ഡീമോട്ടിവേറ്റ് ആവുകയും ചെയ്യും. പ്രൈവറ്റിലാണ് നിങ്ങൾ BDS എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് നല്ല ഫീസായിരിക്കും. സ്റ്റാർട്ടിങ് തന്നെ 3 ലക്ഷം തൊട്ടായിരിക്കും. ഗവൺമെൻറ്റിലാവുമ്പോൾ ഫീസ് വളരെയധികം കുറവായിരിക്കും. ഫൈനൽ ഇയർ ആവുമ്പോൾ BDS എടുത്ത ഒട്ടുമിക്കവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഹൗസ് സർജൻസി ആകുമ്പോൾ പ്രൈവറ്റ് കോളേജസിൽ ചിലപ്പോൾ സ്റ്റൈബൻഡ് കാണില്ല. ഇനി സ്റ്റൈബൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു മാസം 4000 രൂപ മാത്രമായിരിക്കും. ഗവൺമെൻറ്റിൽ ആ സമയം നല്ലൊരു ഓഫറാണ്, നല്ല സ്റ്റൈബൻഡ് കിട്ടും. അടുത്ത് ജോലിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. മാസം 10,000 മുതൽ 15,000 രൂപ വരെ ആയിരിക്കും ശമ്പളം.